എല്ലാവർക്കും PSC ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യനെ, മനുഷ്യ ശരീരങ്ങൾ ഉൾപ്പെടെയുള്ള ചൂടുള്ള വസ്തുക്കൾ ഡാഷ് കിരണങ്ങളുടെ രൂപത്തിൽ കുറച്ച് ചൂട് പുറപ്പെടുവിക്കുന്നു. ഇത് നൈറ്റ് വിഷൻ കണ്ണാടികളിൽ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ആൻസർ എന്താ? ഇൻഫ്രാറെഡ് അല്ലേ? അപ്പോൾ മനുഷ്യ ശരീരങ്ങൾ ഉൾപ്പെടെയുള്ള ചൂടുള്ള വസ്തുക്കൾ ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ രൂപത്തിൽ കുറച്ച് ചൂട് പുറപ്പെടുവിക്കുന്നു. ഇത് നൈറ്റ് വിഷൻ കണ്ണാടികളിൽ ഉപയോഗിക്കുന്നു. അൾട്രാവയലറ്റ് എന്താ? അൾട്രാവയലറ്റ് കിരണങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെന്താ? കേട്ടോ. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനും ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന കിരണങ്ങളാട്ടോ അൾട്രാവയലറ്റ്. അൾട്രാവയലറ്റ് എന്താ? ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനും ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് അൾട്രാവയലറ്റ്. അപ്പോൾ മൈക്രോവേവോ? മൈക്രോവേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുലാർ ഫോണിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാട്ടോ മൈക്രോവേവ്. സെല്ലുലാർ ഫോണിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാ? മൈക്രോവേവ്. നിങ്ങൾ ഈ രാമൻ ഇഫക്റ്റിനെ പറ്റി കേട്ടിട്ടില്ലേ? ആര് കൊണ്ടുവന്നതാ രാമൻ ഇഫക്റ്റ് എന്ന പ്രതിഭാസം? CV രാമൻ അല്ലേ? രാമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം കേട്ടോ രാമൻ ഇഫക്റ്റ്. ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ ഇഫക്റ്റ്. കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാരാ? CV രാമൻ അല്ലേ? മറന്നുപോലെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യന്, ഗുരുത്വാകർഷണം മൂലം ത്വരിതഗതിയിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കുമെങ്കിലും മഴത്തുള്ളികൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല. കാരണം എന്താ? അതിൻ്റെ കാരണം മഴത്തുള്ളികൾക്ക് ടെർമിനൽ പ്രവേഗമുണ്ട്. എന്താ ഈ ടെർമിനൽ പ്രവേഗം? അറിയാമോ നിങ്ങൾക്ക്? ടെർമിനൽ പ്രവേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു ഒരു ദ്രാവകത്തിലൂടെ വീഴുമ്പോൾ അതിന് കൈവരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത, അതാണ് ടെർമിനൽ പ്രവേഗം. എന്താ ടെർമിനൽ പ്രവേഗം? ഒരു വസ്തു ഒരു ദ്രാവകത്തിലൂടെ വീഴുമ്പോൾ അത് കൈവരിക്കാൻ കഴിയുന്ന പരമാവധി വേഗതയാണ് ടെർമിനൽ പ്രവേഗം. ഈ ടെർമിനൽ പ്രവേഗം മഴത്തുള്ളികൾക്കുള്ളത് കൊണ്ട് തന്നെ എന്താണ്, കിലോമീറ്ററുകളോട് സഞ്ചരിക്കുമെങ്കിലും മഴത്തുള്ളികൾ മനുഷ്യനെ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനെ, നൊബേൽ സമ്മാനം റെയ്നർ വെയ്സ്, ബാരി സി ബാരിഷ്, കിപ്പ് എസ്തോൺ എന്നിവരുമായി പങ്കിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? LIGO ഡിറ്റക്ടറിലും ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ നിരീക്ഷണത്തിലും നിർണായക സംഭാവനകൾക്കാണ് അവർ ഈ നൊബേൽ സമ്മാനം പങ്കിട്ടത്. 2017 ഫിസിക്സ് നൊബേൽ സമ്മാന ജേതാക്കളാണ് റെയ്നർ വെയ്സ്, ബാരി സി ബാരിഷ്, കിപ്പ് എസ്തോൺ. അത് ക്ലിയർ ആയില്ലേ? അത് അന്നത്തെ കറണ്ട് അഫേഴ്സ് ആയിരുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളൊരു പുതിയ PSCൻ്റെ ഏതൊരു എക്സാമിന് പോയാലും നൊബേൽ പ്രൈസ്, റീസെൻ്റ് ആയിട്ടുള്ള നൊബേൽ പ്രൈസ് ഒരു 2 വർഷത്തെയെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനെ, ലോഹ സ്വഭാവമുള്ളതും ലോഹങ്ങൾ കലർത്തി ലഭിക്കുന്നതുമായ പദാർത്ഥങ്ങളാണ് അലോയികൾ. മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് അമാൽഗമുകൾ ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ C ആട്ടോ ആൻസർ. മാഗ്നീസും നിയോബിയവുമാണ് അമാൽഗമുകൾ ഉണ്ടാക്കുന്നത്. മെർക്കുറിയുടെ ലോഹസങ്കരങ്ങളാട്ടോ അമാൽഗമുകൾ എന്നറിയപ്പെടുന്നത്. മിക്കവാറും എല്ലാ ലോഹങ്ങൾക്കും മെർക്കുറിയുമായിട്ട് സംയോജനം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇരുമ്പ്, പ്ലാറ്റിനം, ടങ്സ്റ്റൺ, ടാൻറ്റലം എന്നിവയ്ക്ക് മെർക്കുറിയുമായിട്ട് സംയോജിക്കാൻ കഴിയില്ല. ഏതിനൊക്കെയാ? ഇരുമ്പ്, പ്ലാറ്റിനം, ടങ്സ്റ്റൺ, ടാൻറ്റലം എന്നിവയ്ക്ക് മെർക്കുറിയുമായിട്ട് സംയോജിക്കാൻ കഴിയില്ല. അത് ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനെ, 5ാമത്തെ ക്വസ്റ്റ്യൻ, ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡിൻ്റെ ജാമിതി ട്രൈഗോണൽ ബൈപിരമിഡലാണ്. മിക്സഡ് ഹാലോയിഡ് PZi2F3 പരിഗണിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ 22 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ A ആട്ടോ ശരിയായത്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കിയാലോ. ഫ്ലൂറിൻ ആറ്റങ്ങൾ അക്ഷീയ സ്ഥാനവും 2 ക്ലോറിൻ ആറ്റങ്ങളും 1 ഫ്ലൂറിൻ ആറ്റവും മധ്യരേഖാ സ്ഥാനത്തും ഉൾക്കൊള്ളുന്നു. സംയുക്തത്തിൻ്റെ NMR സ്പെക്ട്രം 1 ഇരട്ടി മാത്രം കാണിക്കുന്നു. ഇത് ഫ്ലൂറിൻ അനുരണനത്തെ 31P കൊണ്ട് വിഭജിക്കുന്നതിൻ്റെ ഫലമാണ്. ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആട്ടോ ഡിസ്കസ് ചെയ്തേ. ഈ 5 ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്ന വീഡിയോസ്
വീഡിയോസിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്